നമസ്കാരം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ മുഹമ്മദ് ബ്ലെസ്ലി അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളുടെ ഇൻസ്റ്റഗ്രാം ബയോ പുതുക്കി. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്നാണ് പുതിയ വാചകം. ബ്ലെസ്ലിയുടെ സോഷ്യൽ മീഡിയ ടീം ആയിരിക്കാം ഇത് അപ്ഡേറ്റ് ചെയ്തതെന്നാണ് കരുതുന്നത്. തന്നെ അറസ്റ്റ് ചെയ്തത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും താൻ നിരപരാധിയാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബയോ പുതുക്കലെന്നാണ് സൂചന. അതേസമയം ബ്ലെസ്ലിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി. ബ്ലെസ്ലിയുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ മാസം 9-നാണ് ഇയാളെ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ബ്ലെസ്ലി. ടെലിഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളാക്കി വിദേശത്ത് എത്തിച്ചെന്നാണ് ബ്ലെസ്ലിക്കെതിരായ കണ്ടെത്തൽ. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ കണ്ണികളിൽ ഒരാളാണ് ബ്ലെസ്ലി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. തട്ടിപ്പ് കേസുകളുടെ എണ്ണം കൂടിയതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ കഴിഞ്ഞ 3 മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ബ്ലെസ്ലിയെ അറസ്റ്റ് ചെയ്തത്. നടന്നത് വലിയ തട്ടിപ്പാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കോടഞ്ചേരി താമരശ്ശേരി പരിധിയിലും സമാനമായ തട്ടിപ്പ് കേസുകൾ നടന്നിട്ടുണ്ടെന്നാണ് വിവരം. ജൂൺ മാസം മുതൽ നടത്തുന്ന അന്വേഷണത്തിനിടെ സംഘത്തിൽ ഉൾപ്പെട്ട പലരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതി ചേർത്ത 8ഓളം പേർ വിദേശത്തേക്ക് കടന്നെന്നാണ് കണ്ടെത്തൽ. ഗുരുതരമായ സൈബർ ക്രൈം കോഴിക്കോട് റൂറൽ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതോടെ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അടക്കമായിരുന്നു ആദ്യം പണം പോയിരുന്നത്. അവിടുത്തെ ആദിവാസികളെ മുന്നിൽ നിർത്തി തട്ടിപ്പ് നടത്തിയത് വൻ സംഘമായിരുന്നു. കാക്കൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കവേ സൈബർ ക്രിമിനലുകൾ തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും കംബോഡിയയിലേക്കും കടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവിടെ ഉപയോഗിച്ച ഡിവൈസുകൾ വരെ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു. എന്നാൽ രാജ്യത്തിന് പുറത്തുള്ള കാര്യമായതിനാൽ അന്വേഷണം സാധ്യമായിരുന്നില്ല. കാക്കൂരിലെ 6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിൽ ബംഗളൂരുവിലെ അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തി. ഇവിടെ ഇരട്ടി സ്വദേശിയായ ആദിൽ എന്നയാളുടെ അക്കൗണ്ടിലാണ് പണം എത്തിയിരുന്നത്. ഇവിടെ നിന്നും ചെക്ക് വഴി പണം പിൻവലിക്കായിരുന്നു. ഈ അക്കൗണ്ട് മാനേജ് ചെയ്തിരുന്നത് ബ്ലെസ്ലിയും സഹദ് എന്നയാളുമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. തട്ടിയെടുത്ത 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റാനാണ് ബ്ലെസ്ലി സഹായിച്ചത്. അന്വേഷണം ബിഗ് ബോസ് താരത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇയാൾ ചൈനയിലായിരുന്നു. തുടർന്ന് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പോലീസ് കാക്കൂർ പോലീസിൽ എത്തിച്ച് താരത്തെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരടങ്ങിയ റാക്കറ്റ് വളരെ വലുതാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം. കേരള പോലീസിന്റെ ഓപ്പറേഷൻ സീഹണ്ടിൽ ഒരു ദിവസം കൊണ്ട് മാത്രം 250-ലധികം മലയാളികളെ പിടികൂടിയിരുന്നു. തട്ടിപ്പ് പണം എത്തുന്നത് കൂടുതലും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വിവിധ കോളേജുകളിൽ പഠനം നടത്തുന്ന പ്രതികൾ അക്കൗണ്ടിലെത്തുന്ന പണം പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയാണ് ചെയ്തിരുന്നത്. ഓരോ തവണയും അക്കൗണ്ടിലെത്തുന്ന തട്ടിപ്പ് പണം ATM വഴി പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറുമ്പോൾ 10,000 കമ്മീഷനിൽ ലഭിക്കും. സുഹൃത്തുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും പ്രതികൾ തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഗെയിമിങ്ങിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. കാര്യമായ പണകൈമാറ്റം നടക്കാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് 5 ലക്ഷം രൂപ എത്തുന്നു. നിമിഷങ്ങൾക്കകം ഇത് പിൻവലിക്കുന്നു. ഇതിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അക്കൗണ്ട് വിവരങ്ങൾ തേടിയിറങ്ങി. അന്വേഷണത്തിലാണ് ഇത് വാടക അക്കൗണ്ട് അഥവാ മ്യൂൾ അക്കൗണ്ടാണെന്ന് ഉറപ്പിച്ചത്. 3 മാസം നീണ്ട നിശബ്ദ നിരീക്ഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. പതിവിൽ നിന്ന് വിപരീതമായി പരാതി ലഭിച്ച ശേഷമായിരുന്നില്ല അറസ്റ്റ്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്.